ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൂരിയുടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഗോബി മസാല, അതായത് കോളിഫ്ലവർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു കടായിൽ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതേപോലെ ചെറിയ ഇതളുകളായിട്ട് അടർത്തിയിട്ടില്ല കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. കോളിഫ്ലവർ ഞാൻ ചെറിയ പൂക്കളായിട്ട് ഇതേപോലെ അങ്ങ് അടർത്തിയെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും അതേപോലെ വിനാഗിരിയും ചേർത്ത് അതിലിട്ട് വെച്ചാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്താലും മതി. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് കളറൊന്നും ചേഞ്ച് ആക്കണ്ട. ഇതേപോലെ ഒന്ന് കുക്കായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള കോളിഫ്ലവറും ഫ്രൈ ആക്കിയെടുക്കുക. നമ്മൾ ഈ ഒരു സെയിം ഓയിൽ തന്നെയാണ് ബാക്കി മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്ര അധികം ഓയിലിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ അധികമുള്ള ഓയിൽ നമ്മൾ കോളിഫ്ലവറൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഈ ഒരു പാനിൽ ബാക്കി വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, അതേപോലെ ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, പിന്നെ ഒരു 3-4 വറ്റൽ മുളക്, പിന്നെ ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളിയും, പിന്നെ മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള, അതായത് വലിയ ഉള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ചെറുതാക്കി കട്ട് ചെയ്യൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്തൊരു തക്കാളിയും അതേപോലെ ഒരു 10 കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി മീഡിയം ഫ്ലെയിമിൽ ഒന്നങ്ങ് വാടി വന്നാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഈ പൊടികളൊക്കെ ഒന്ന് കുക്കാവാനായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ആ ഒരു സെയിം കടായിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ഒരു മിക്സ്. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തി, അതായത് ഉലുവയില ഉണക്കിപ്പൊടിച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും മുകളിൽ വിതറി പിന്നെ അതിലേക്ക് കുറച്ചൊരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെ കൂടെ പോലും അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കാനായിട്ട് മറന്നു പോയില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.